നാദമുണ്ടല്ലോ കയ്യിൽ നിന്ന് പോയിട്ട് എന്നതാ അല്ല മറ്റേത് അത്ര മാറ്റം ഉണ്ടാക്കുന്ന ഡേഞ്ചറസ് വൈറസുകളാണ്. അജിത്തിന്റെ ക്യാമറ വെച്ചിട്ട് ഇവന്റെ മുഖത്താ പിന്നെ കാരവാനിലെ 2 റൂമുള്ള കാരവാൻ. എല്ലാരും ചിരിച്ചു. ഇനി എനിക്കിത് എന്ത് വേണം ആ ഒരു അനുഭവം എന്താ പെട്ടെന്ന് പറയാം. അങ്ങനെ ചെയ്യല്ലേ? എഴുതി കൊടുത്താണ് കുറ്റം. വായിക്കാം. അപ്പൊ എഴുതി കൊടുത്താലും ഞാൻ ഇല്ലാത്ത അപ്പുറത്തെ റൂമിൽ ഒരു ബഹുമാനമില്ല, ഇറവറൻസ്. ഞാൻ ഇറങ്ങിയൊരു ചേട്ടാ അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഫേക്ക് ന്യൂസ്. കിട്ടിയ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത് മിണ്ടാടി. അല്ല ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കൽ വാങ്ങലുള്ളതാണ്, ഫോണിലൂടെ എങ്കിലും ഉള്ളതാണ്. പക്ഷെ എനിക്കത് താങ്ങില്ല, അതുകൊണ്ടാണ് ഇൻസുലിൻ ചാക്കിൽ മേടിക്കുന്ന ഒരാൾ കേറി വരുമ്പോഴേ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. പള്ളി ഇതിൽ പല അപമാനമുണ്ടോ? അന്ന് എഡിറ്റർ നോളിച്ചേട്ടനാ. നോളിച്ചേട്ടൻ ഈ കണ്ടിന്യൂറ്റി എത്തിയാൽ നമ്മളെ പണ്ടമാനം വഴക്ക് പറയും. അത് നല്ലതാ, പുള്ളി പറയേണ്ട നമ്മുടെ തെറ്റാ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെന്ന ഉടനെ മദ്രാസിൽ ചെന്ന് മേലിന് രാവിലെ ഇറങ്ങി കുളി കഴിഞ്ഞ് നേരെ ഫാത്തിമ ചർച്ചിലോട്ടാണ് പോകുന്നത്. അത് എടുത്ത സിനിമയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കത് ഓക്കെ ആണ് എന്നുള്ളത് ആൾക്ക് തോന്നിയ മാത്രം ആൾ ഫണ്ടിറക്കും. സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അത് ഒന്നും വേണ്ട. എന്നോട് പറയും ഇവിടെ ഇങ്ങനെ നമ്മൾ ടേംസ് വരെ മനസ്സിലൊക്കെ പറയും. അടുത്ത വർഷം മൂസ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. രാഷ്ട്രീയക്കാരന്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഞാൻ എടുത്തതാണ്. 27 ED മൂസ ഉണ്ടാവും. ആ മമ്മൂക്ക പറയുമല്ലോ, എല്ലാം മലയാളത്തിൽ ആദ്യം കൊണ്ടുവന്ന മമ്മൂക്കയാ, പക്ഷെ ക്യാരവൻ മാത്രം അവനാന്ന് പറയും. നമ്മ നാട് എതിർകാലമേ ഇളഞ്ചർ കയ്യിലതാണ്, ഇവരുടെയൊക്കെ കയ്യിലാണല്ലോ എന്ന് ഓർക്കുമ്പോ നമസ്കാരം. 3 പേരാണ് അതിഥികൾ. 3 പേർക്കും സ്വാഗതം. സെൻട്രലിൽ നമ്മളെല്ലാവരും ഗുരുനാഥൻ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ട്? നല്ല കാര്യങ്ങളൊക്കെ. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം. ഇടവും മുലവും 2 പേര്. ഈ പിള്ളേരുടെ കൂടെ ഒരു വൈബൊക്കെ പിടിച്ചാണ് ഡെർബിയിൽ പോകുന്നത്. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞില്ലേ, ഒരു യൂത്തിൻ്റെ ഒരു പോസിറ്റീവ് എനർജി തീർച്ചയായിട്ടും ആ സിനിമയ്ക്കുണ്ട്. ക്യാമ്പസാണ്, പ്രത്യേകിച്ച് ഇവരെ പോലുള്ള നല്ല കഴിവുള്ള ആളുകളാണ്. പറഞ്ഞ പോലെ അത്യാവശ്യം പ്രൂവ് ചെയ്തിട്ടുള്ള, അല്ലേ, ഇവർ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ടുള്ള 2 പേരാണ്. അഭിനയവും നന്നായിരുന്നു. ഇതായിട്ട് നന്നായിട്ട് ഇപ്പം ഇവർ പിന്നെ അമീനും ഋഷിയും കൂടാതെ നമ്മുടെ ആദം, പിന്നെ അങ്ങനെ എല്ലാ ടീം മൊത്തത്തിലുണ്ടല്ലോ, നല്ലതായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രിൻസിപ്പാൾ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഇവർ തമ്മിലുള്ള ഒരു ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഞാനും കയറി എന്നുള്ളതാണ്. പരുവപ്പെട്ട് വന്നു. ഈ പറഞ്ഞ ഇവരൊക്കെ ഇങ്ങനെ വരുവാണ് സിനിമയിലേക്ക്. വാഴ ഇറങ്ങി ഒരുപാട് അച്ഛന്മാര് വന്നു. അച്ഛൻ ഔട്ടായി. അല്ല, മക്കൾ വരുന്നത് എനിക്ക് ഇന്ന് സന്തോഷം. കാരണം അവർക്കൊക്കെ അച്ഛന്മാരും അമ്മമാരും ഒക്കെ വേണ്ടി വരുമല്ലോ. ഈ അച്ഛന്മാരുടെ വരവ് എന്നെ ഉറക്കം കെടുത്തുന്നുണ്ട്. വീടാ പറഞ്ഞൊരു വാഴ 2-ലും കുറെ അച്ഛന്മാർ വരും. അവരുടെ ആ ഡയറക്ടർ ഇരിക്കുന്നതാണ് കുറെ അച്ഛന്മാരെ ഇറക്കാന്നുള്ളതാണ്. ഞാൻ അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോട് പറയാൻ പോവാ, ഞാനൊരു അച്ഛനാണ്. അല്ല, വാഴ 3 ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പം ഉണ്ടോ ഇല്ലയെന്ന് അങ്ങനെ ചേട്ടൻ വാഴ 3-ല് അച്ഛനും ഞാൻ കുറച്ച് പിള്ളേരായിട്ട് വരാം. വാഴ 3-ൽ എന്തായാലും ഞാനും ചെന്നിട്ട് എന്തായാലും അതിന് മുമ്പ് ഞാൻ തീർച്ചയായിട്ടും പറയും. ഞാൻ മാത്രമല്ല, കുറച്ച് മക്കളും ഉണ്ട്. ഓ, നിന്റെ ബുദ്ധി ഭയങ്കരമുണ്ടോ? പറഞ്ഞല്ലേ. അല്ല, വാഴ 2-ലുണ്ട്. അല്ല, 3-ലേക്കുള്ള ചിലപ്പോ 2-ലുള്ളത് 3 കാണலாம். അപ്പൊ അവന്റെ ബുദ്ധി അല്ല, ആദ്യം 3 ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു അവിടെ. വാഴ ഇറങ്ങുന്നതിന് മുമ്പേ അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താണ് അവസ്ഥ പറഞ്ഞൂടെ? ചേട്ടൻ ആ വഴി ഒന്ന് കയറാന്ന്. പക്ഷേ ഒരു പ്രിൻസിപ്പൾ എന്ന നിലയിൽ ഈ സിനിമയിൽ എങ്ങനെയുണ്ടായിരുന്നു? പ്രിൻസിപ്പൾ എന്ന നിലയിൽ
പ്രിൻസിപ്പൾ നമ്മൾ എന്തായാലും അടി ഉണ്ടാക്കും, അവിടെ വന്ന് പുള്ളി സ്റ്റോപ്പ് അടിക്കും. പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊക്കെയായിരുന്നു, അടിയൊക്കെ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ വലിയ അലമ്പൊന്നുമില്ല. ഒരു ചെറിയ അലമ്പായിരുന്നു. എന്തൊക്കെ അലമ്പാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്? കോളേജിൽ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ചോദിക്കും ശരിയല്ലേ? ചോദിക്കണമല്ലോ. അലമ്പിന് പ്രശ്നമൊന്നുമില്ല, നല്ലോണം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, നല്ല വൃത്തിയുള്ള അലമ്പാന്ന് വെച്ചാൽ നമ്മളുണ്ടാവില്ല, 2 തരം അലമ്പുണ്ടല്ലോ. ഇതൊന്ന് ഭയങ്കര കൈവിട്ട അലമ്പ്, ഒന്ന് നല്ലൊരു വൃത്തിയുള്ള ഹെൽത്തി അലമ്പ്. ഹെൽത്തി അലമ്പ്. ഞാൻ ഇല്ല, ഞാൻ പാവാണ് അല്ലേ. ഇവര് അടി ഉണ്ടാക്കും, ഞാൻ ലാസ്റ്റ് നിർത്തടാ. അപ്പൊ ഇവര് അടിച്ചോണ്ടിരിക്കുമ്പോ ഇവര് തന്നെ വേദന കൊണ്ട് ഇവര് പറയും പ്രിൻസിപ്പൾ വന്നാൽ മതി. പ്രിൻസിപ്പൾ വന്ന പരിപാടി അയാൾ എവിടെ പോയി കിടക്കുക, അയാൾ വരാത്ത ഉള്ള ലൈനുണ്ടല്ലോ. ഈ ജോണിച്ചേട്ടൻ്റെ കൂടെയൊക്കെ ആണ് ലൊക്കേഷൻ അല്ലേ? ഇപ്പം കുറച്ച് സിനിമ, നിങ്ങളെല്ലാം സിനിമയിലേക്ക് വന്നവിടനാണ്. ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് നമുക്കറിയാം, എന്നോട്ട് നമ്മൾ കാണുന്ന ഒരാളാണല്ലേ, ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഡയറക്ടർ എന്നതിൽ. അവിടെയൊക്കെ നമുക്ക് പഠിക്കാൻ ഒത്തിരി ഉണ്ടാവും. ഈ ഒഴിവ് സമയങ്ങളൊക്കെ ജോണിച്ചേട്ടൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുമായിട്ടുള്ളത്? അല്ല, ഒഴിവ് സമയം നമ്മളങ്ങനെ അത്യാവശ്യം സീനിയർ ആയിട്ട് കാണുന്നതാണ്. നമ്മളെ ഓടിച്ചെന്ന് എന്തായാലും ഒരു റെസ്പെക്ട് ഉണ്ട്. പിന്നെ ഈ ഷൂട്ടിംഗ് സമയത്ത് എനിക്ക് ചേട്ടൻ്റെ കോമഡി ടൈമിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഷൂട്ട് സമയത്ത് പുള്ളിയുടെ കുറേ ഇമ്പ്രൂവൈസേഷൻ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടിട്ട്. കാരണം ഞാനും ഈ പറഞ്ഞ കോമഡിയാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരുമിച്ച് 2-3 കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കുറേ പരിപാടികളുണ്ട്, അതൊക്കെ നല്ല രസമാണ്. ഷൂട്ട് കഴിഞ്ഞാൽ പാട്ട് കൊടുക്കും, നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടുള്ള. ഏറ്റവും സങ്കടം തോന്നിയിട്ടുള്ളത് കാരവാനിലെ 2 റൂമുള്ള കാരവാൻ. എല്ലാവരും ചിരിച്ചു. ഇനി എനിക്കിത് എന്ത് വേണം, ആ ഒരു അനുഭവം എന്തായാലും പറയാം. അങ്ങനെ ചെയ്യല്ലേ. അപ്പൊ ഞാൻ ഒരു കാരണം എൻ്റെ പിള്ളേരായതുകൊണ്ട് എനിക്കൊരു റൂം തരും. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തിരിക്കുമ്പോൾ അവിടെ വല്ലപ്പോൾ ഇവിടെ ഇതുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്ക് 2 പറയും അവിടെ ജോണിച്ചേട്ടൻ അവിടെ ഉണ്ട്. അവപ്പോൾ ഞാൻ ഇല്ലെന്നുള്ള ഉണ്ടെന്നുള്ളതാണോ? അയാളുണ്ട്, നമുക്ക് എന്നാ ഒന്നെ ചിലർ സംശയം തോന്നിയ രീതിയിലകത്ത് വന്നത്. അപ്പോൾ ഞാൻ പറയും പിന്നെ ഞാൻ കേട്ടിട്ടില്ല എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു മോനെ ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. അതായത് ഞാൻ ഇല്ലാത്ത അപ്പുറത്തെ റൂമിൽ ഒരു ബഹുമാനമില്ല, ഇറവറൻസ്. ഞാൻ ഇറങ്ങിയൊരു ചേട്ടാ ഏതാ ഇവരെന്നാണ് അതിനുള്ളിൽ മറ്റേ വിജയകാന്ത് സാർ ഒരു പടത്തിൽ പറഞ്ഞല്ലേ, നമ്മ നാട് എതിർകാലമേ ഇളഞ്ചർ കയ്യിലതാണ്, ഇവരുടെയൊക്കെ കയ്യിലാണല്ലോ എന്ന് ഓർക്കുമ്പോ അമീനൊക്കെ ഇപ്പൊ എന്താ റെസ്പെക്ട് ഇരിക്കും. ഇവിടെ വന്നപ്പോ ഞാൻ ഇതായിട്ട് പറഞ്ഞല്ല, ഈ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിമിനൽസ് ഇവരുണ്ട്. അതായത് അറിയാമല്ലോ, അല്ല അങ്ങനെ വേണം, അങ്ങനെ ആവണം, അതാവണം ഇവിടെ പോലീസ്. ഇതിലേക്കുള്ള നിരക്കുന്നു. പിന്നെ ആദം ഉണ്ടല്ലോ, ആദം ഈ കോൺവെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടിയാ. ഇവര് ചാത്രാട് ഗവൺമെന്റ് സ്കൂള്. കുറച്ച് കഴിഞ്ഞപ്പോ ആദം വേറെ ആളായി, കയ്യിന്ന് പോയി. ആദം ഉണ്ടല്ലോ കയ്യിന്ന് പോയിട്ട് എന്നതാ അല്ല മറ്റേത് അത്ര മാറ്റം ഉണ്ടാക്കാനുള്ള ഡേഞ്ചറസ് വൈറസുകളാണ്. ഇതായിരിക്കല്ലേ ഇങ്ങനെ നിന്നോ. അല്ല പക്ഷെ വേറെ കേസുണ്ടോ, ഈ ഇത് അനുഭവമായിട്ടാ പറഞ്ഞത്. ജോണിച്ചേട്ടൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇത്രയും കാരവാനിലിരുന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്റെ കരിയറിൽ കിട്ടിയിട്ട് നമ്മള് അങ്ങനെ ഒരു. എനിക്ക് ഹിസ്റ്ററിയിൽ തോന്നിയൊരു കാര്യം, എനിക്ക് തോന്നി ഇപ്പം വേഷങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. കുറെ കഴിയുമ്പോൾ കുറെ കൂടെ നല്ല വേഷങ്ങൾ, കുറെ കൂടെ ഇതാകും. ചില പ്രായമാകുമ്പോൾ ഒരു ഒടുവിലുണ്ണേട്ടൻ്റെയൊക്കെ ഒരു അല്ലേ, അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ അമീനെ കണ്ടേക്കുന്ന കാര്യം, അമീൻ ട്രൈ ചെയ്യുന്നുണ്ട് പല രീതിയിൽ, പല കാര്യം കുറച്ചുകൂടെ. അതായത് എനിക്ക് നിൽക്കണം, നന്നാവണം. അത് നമ്മുടെ ഈ മുഴുവൻ കുട്ടികൾക്കും ഉണ്ടായിരുന്നു, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഇവർക്ക് നാളെ വലിയ വലിയ ആളുകളാവും, വലിയ സ്റ്റാർസാവും. തന്തയും ചിറ്റപ്പനോ അമ്മാവനോ പെൺകുട്ടികളോ അങ്ങനെ ആവട്ടെ, പൊന്നാവട്ടെ. നമ്മളിവിടെ ഉണ്ടാവും.
അത് അപ്പൊ വാഴയിൽ അച്ഛന്മാരെ വിളിക്കരുത്. ഈ അച്ഛനെ തന്നെ വിളിക്കണം. കറക്റ്റായിട്ട് വിളിക്കും. ചിറ്റപ്പൻ എന്ത് ആക്ച്വലി ഡയറക്ടേഴ്സ് കാണുമ്പോൾ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കോംബോ മനസ്സിലാവുന്നുണ്ട്. ഒരു അച്ഛൻ മോനുള്ള ഒരു കോംബോ നിനക്ക് വേണ്ടേ? അല്ല എനിക്ക് വേണം ആക്ച്വലി. എനിക്ക് ഞാനാണ് സിനിമ വേണം. സിനിമയാണല്ലോ നമ്മള്. അല്ല ഇതൊക്കെ കൊണ്ടോക്കോ ഞാൻ. അല്ല ആക്ച്വലി ഞാൻ സിനിമ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ കാരണം തന്നെ ഫായിസ് സെജുറിക്കാൻ കൂടി. ഞാൻ ആദ്യം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, റൈഫിൾ ക്ലബ്ബ്, ആഷികയുടെ പടം. അപ്പൊ അതിൽ ചെറിയൊരു റോളായിരുന്നു. അപ്പോഴാണ് ഞാൻ സിനിമ എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കയറുന്നത്. ആക്ച്വലി എനിക്ക് സിനിമയിൽ ആരെയും അറിയില്ല. അപ്പൊ ഇവരൊക്കെ പരിചയപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഇപ്പൊ ഇനി എനിക്ക് സിനിമയിലേക്ക് കുറച്ചുകൂടി ഇഷ്ടം തോന്നി വരുന്നത്. അഭിനയിക്കണം എന്നുള്ള ഒരു ഇഷ്ടമൊക്കെ വന്ന്. ആൻഡ് ഓൾസോ അഭിനയത്തിനെ പറ്റി ചേട്ടൻ പറഞ്ഞല്ലോ. എന്റെ ഒന്ന് പറഞ്ഞോളൂ. അല്ല ഞാൻ പറഞ്ഞല്ലേ ഒരു അത്യാവശ്യം നല്ല പരിപാടി ചെയ്തിട്ടുണ്ട് ഞാൻ. മനസ്സുകൊണ്ട് പറഞ്ഞല്ല, എന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. മറ്റേ ചായനുള്ളത് നോക്കി അതിനുള്ള പക്ഷെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ വർഷങ്ങളുടെ. നിങ്ങൾ ചേട്ടൻ നമ്മൾ കണ്ട കാലം തൊട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഇതേ രീതിക്കാണ് സംസാരം. പക്ഷെ ഒരു എക്സ്പീരിയൻസ് ഇത്രയാ പിള്ളേരുടെ കൂടെ അല്ലെ, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഇപ്പോഴും ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നത്. ഇവരിൽ നിന്ന് നമുക്ക് കൊടുക്കൽ വാങ്ങലുണ്ടാവുമല്ലോ, നമുക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും, ഇവരിൽ നിന്ന് കുറെ പഠിക്കാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ ഇനിയൊരു സിനിമ ജോൺചേട്ടനൊക്കെ ചെയ്യുന്ന ഇനിയിപ്പോ ഡയറക്ഷനിലേക്ക് എന്തായാലും വരണമെന്ന് നമ്മൾ എന്നും ആഗ്രഹിക്കുന്നതാണ്. അങ്ങനെ ഒരു പുതിയ ഒരു സിനിമ വരുമ്പോൾ ഇങ്ങനെ ഒരു പിള്ളേര് ഗ്യാങ് അങ്ങനെ ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ട് ഈ പിള്ളേരെ വെച്ചപ്പോൾ ഇപ്പോൾ ഞാൻ പറയില്ല, ഇപ്പം ഇതിൻ്റെ ഡയറക്ടർ സജിൽ, അപ്പം അയാൾ ഈ സിനിമ ഉൾക്കൊണ്ടത് അയാളുടെ ക്യാമ്പസിൽ നിന്ന് അയാൾ ആ ക്യാമ്പസ് തന്നെയാണ് ഇവരെ കൂടുതലും മനസ്സിലാക്കി അങ്ങനത്തെ ഒരു സിനിമയാണ് പുള്ളി ചെയ്തേക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ക്യാമ്പസ് ചിത്രം ചെയ്യാൻ ശ്രമിക്കുന്നതിലും നല്ലത് ഇപ്പം തൊട്ടടുത്ത് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയ ഒരു ഡയറക്ടറായിട്ട് ഒരാളുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ പിള്ളേരുടെ രീതി നമ്മൾ പൂർണ്ണമായിട്ടും അറിയില്ല. നമുക്ക് മക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന ചില അറിവുകളല്ലേ ഉള്ളൂ. ഇപ്പോൾ എന്തെല്ലാം തന്ത വൈബ് മറ്റേ വൈബ് അതൊക്കെ നമ്മൾ ഈ കേട്ടപ്പോൾ പിള്ളേർ പറഞ്ഞ് കേട്ടപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. അപ്പം ആ കാലത്ത് നമ്മൾ ഓരോന്നും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ കാലത്ത് ഈ യൂത്തിൻ്റെ പടം ചെയ്യാൻ നല്ലത് യൂത്തായിട്ടുള്ള ഡയറക്ടർമാർ തന്നെയാണ്. അതവർ ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രിൻസിപ്പളായിട്ടോ ഒക്കെ വിളിച്ചാൽ മതി, നമ്മളെ വിളിക്കണം, അതേ ഉള്ളൂ. ജോണിച്ചേട്ടൻ്റെ ഒരു യാത്രയിൽ, ഇത്ര വർഷത്തെ സിനിമാ യാത്രയിൽ എന്നും ഓർത്തു പിടിക്കാവുന്ന കുറേ സിനിമകളുണ്ടാവും. എപ്പോഴും ഇഷ്ടം ഏത് സിനിമയുള്ളതായിരിക്കും? അഭിനയിച്ചത് എനിക്ക് അനുരാഗം സിനിമ ഭയങ്കര ഇഷ്ടമാണ്. പാൽത്തു ജാനൂർ ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് വരനെ ആവശ്യമുണ്ട് വളരെ ഇഷ്ടമാണ്. ഡ്രാമ ഇഷ്ടമാണ്. ജോആൻജോ ഇഷ്ടമാണ്. നമ്മുടെ മോമോൻ ദുബൈയിൽ എന്ന് പറഞ്ഞ പടം എനിക്ക് ഭയങ്കര ഒരുപാട് വേഷങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് വേഷങ്ങൾ ഇഷ്ടമാണ്. തല്ലുമാല അങ്ങനെ കുറേ പടങ്ങൾ ഇഷ്ടമാണ്. എനിക്ക് അച്ഛൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അങ്ങനെ കുറേ പടങ്ങളുണ്ട്. എന്നാൽ എനിക്ക് പാൽത്തു ജാനൂറും വരനെ ആവശ്യമുണ്ട് അനുരാഗം ഈ 3 സിനിമ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ CID മൂസ വരുവാന്ന് പ്രഖ്യാപനം നടത്തി അല്ലേ? ലിസ്റ്റിൻ്റെ തിയേറ്ററിനോട് ഭയങ്കര ആവേശത്തിലാണ് പറഞ്ഞത്. അത് മനസ്സുകൊണ്ട് പറഞ്ഞാണോ, അവിടെ ഒരു ആവേശം ഉണ്ടാക്കാൻ പറഞ്ഞാണോ? ആവേശം ഞാൻ ഭയങ്കര ക്രൗഡായിരുന്നു അവിടെ. ഞാൻ അടുത്ത വർഷം മൂസ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ടൊരു രാഷ്ട്രീയക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് തന്നെ ഞാൻ എടുത്തതാണ്. 27-ൽ CID മൂസ ഉണ്ടാവും. ഓരോ സ്ഥലത്തും നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ട് കാര്യമുള്ളല്ലോ. മൂസ ഉണ്ടാവണം എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ്. അത് എല്ലാ സിനിമാ പ്രേമികളും മൂസ കണ്ടിട്ടുള്ളവർ ആഗ്രഹിക്കുന്നുണ്ട്. എത്ര ഇതാണെങ്കിലും തീർച്ചയായിട്ടും അത് 2ാം ഭാഗം കൊടുക്കണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്. ദിലീപ് ആഗ്രഹിക്കുന്നു, ഉദയൻ സിബി ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എനിക്കിതേ ഉള്ളൂ, ഇനിയെങ്കിലും വാക്ക് മാറാതെ എനിക്കത് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. CID മൂസയിൽ അപ്പോൾ ഉള്ള കഥാപാത്രം ചില ആളുകളൊന്നും ഇപ്പോൾ നമ്മുടെ അടുത്തില്ല, നമ്മളിതൊന്നും പോയിരിക്കുകയാണ്. പക്ഷേ ഇനി അതിനകത്ത് കുറേ താരങ്ങളെ നമ്മൾ ചില താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തേണ്ടതായി വരും. അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ടപ്പോൾ നമ്മൾ ഈ പിള്ളേര് വൈബിനൊക്കെ ഒന്ന് എല്ലാവരും വേണ്ടി ചോദിച്ചോട്ടോ. അല്ല ഞാൻ പറഞ്ഞപ്പോൾ മൂസ ഒരു കേസന്വേഷണമായിട്ട് ക്യാമ്പസിലോട്ടല്ല പോകുന്നത്. അല്ല ഞാൻ പറഞ്ഞ അല്ല അപ്പൊ കുറച്ചു മുമ്പ് ഇവന് ഭയങ്കര കഴിവാന്ന് അഭിനയിക്കാൻ ക്യാമ്പസ് മാത്രമല്ല അവൻ ചെയ്യണേ. അതല്ല, ഉണ്ണിയേട്ടന് എന്റെ മൂസയിൽ അഭിനയിക്കുമ്പോ 63 വയസ്സുണ്ട്. എനിക്ക് 27 സമയമുണ്ട്. ഞാൻ പറഞ്ഞത് എവിടെയാണോ സ്പേസ് കിട്ടുക അങ്ങനെ ഒരു സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇവരെ ഞാൻ സെലക്ട് ചെയ്തിരിക്കും. അല്ല നന്നായിട്ട് നമുക്കൊരു അടുപ്പം വരുന്നത് നല്ലതല്ലേ? നാളെ ആണെങ്കിലും നമുക്ക് പറയാമല്ലോ. ശരിയാ, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാസ്റ്റിംഗ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് മനസ്സിൽ നിൽക്കുമല്ലോ ഇത് അല്ല ഇത് നമ്മൾ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇത് ആ പയ്യൻ കൊടുത്താൽ നന്നായിരിക്കും, ഇല്ല ഇത് ഇന്നാൾക്ക് കൊടുത്താൽ നന്നായിരിക്കും. അങ്ങനെ വരട്ടെ.
കുറച്ച് അച്ഛനൊക്കെ കശിയിലേക്ക്. അവിടെയുള്ള സാധനം അച്ഛനെ രക്ഷിക്കണം നിങ്ങൾ കേട്ടോ. നീ പോയി വാഴാറ്റൂല അഭിനയിച്ചാൽ പോരാ, അച്ഛനെയും കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് 3-യിലാണെങ്കിലും. അപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരവുള്ളൂ. ഒരു പാലവട്ടം അങ്ങോട്ടും കൂടെ വേണം. അല്ല അത് ഓർമ്മപ്പെടുത്തിയാ നമ്മളിങ്ങനെ ആക്ച്വലി നിൽക്കുന്നത് തന്നെ മൂപ്പർ നമ്മളോട് അത്ര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇത്ര സീനിയർ ആക്ടറായ നമ്മുടെ അടുത്ത് ഇങ്ങനെ നിൽക്കില്ലല്ലോ. അപ്പൊ മൂപ്പർ അത്ര ചില്ലാണ് നമ്മുടെ അടുത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചില്ലായിട്ട് നിൽക്കുന്നത്. ഓരോ സിനിമയിലേക്ക് ഇപ്പൊ കുറച്ച് ഇപ്പൊ വന്നോളൂ, ആ സിനിമയിലേക്ക് പല സിനിമയിൽ നിന്നും പല പാഠങ്ങളാണ് പഠിക്കുന്നത് അല്ലെ. ഓരോ താരങ്ങളെ കാണും, പലതും പഠിക്കാൻ പറ്റും. ഈ ജോണി ചേട്ടൻ്റെ അടുത്ത് നിന്നാണ് പഠിച്ച ഏറ്റവും ഗുണകരമായ ഒരു പാഠം എന്തായിരിക്കും? ഇതന്നെ പങ്ക്ച്വാലിറ്റി. കറക്റ്റ് സമയത്ത് മൂപ്പര് വരും, നമ്മളാണ് കുറച്ചുകൂടി ഞങ്ങൾ കണ്ട് അതാ പറഞ്ഞു. ഇപ്പൊ വന്നിരിക്കുകയല്ലോ നമ്മള് രസമുണ്ട്. ഞാൻ പെട്ടെന്ന് വേറെ ആബ്സെൻസിൽ ചെറിയ കേട്ടാലും മിണ്ടാണ്ടിരിക്കുക, അതെന്നെ ഒന്ന് പഠിച്ചായിരുന്നു. അതുകൊണ്ട് ആക്ച്വലി അല്ല മൂപ്പര് ആക്ച്വലി സെറ്റിൽ വന്നു കഴിഞ്ഞാല് ആദ്യം തുടങ്ങും എന്നെ ഊക്കാൻ. ഞാൻ നമ്മളെ മുന്നിൽ അങ്ങനെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ നമ്മളെ ടീം മൊത്തം നിൽക്കുമ്പോഴും മൂപ്പര് എന്തെങ്കിലും എനിക്കിട്ടൊന്നൊക്കെ തരും, മനസ്സിലായി. അപ്പൊ മൂപ്പർക്ക് അത് ഇഷ്ടമാണ്. അപ്പൊ നമ്മളതിനോട് ഒന്നും ചെയ്യാനാവില്ലല്ലോ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ തീർന്നു. വളരെ അങ്ങനെയല്ല, ചെയ്താൽ തീർന്നല്ല, ചെയ്താൽ നീ അനുഭവിക്കും. അതെ, ഒന്ന് പറയൂ, അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു അതിന് ഇരട്ടി എനിക്ക് കിട്ടും. അപ്പൊ വെറുതെ എന്തിനാ മേടിച്ചു കൂട്ടുന്നത്? ഒന്ന് പറഞ്ഞാൽ അത് കേൾക്കാം. നിങ്ങൾ തമ്മിൽ കോമ്പിനേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കോമ്പിനേഷനിൽ ഒരു സാധനം കുറച്ച് മുമ്പ് പറഞ്ഞെങ്കിലും ഇത് നിൽക്കുമ്പോൾ ചില കൗണ്ടറുകൾ പെട്ടെന്ന് വരുമല്ലോ. അപ്പൊ നമുക്കൊരു എന്താണ് ഇനി പറയേണ്ടത്, സ്ക്രിപ്റ്റില്ലാത്തതും ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ പറയേണ്ടത് ഒരു ആലോചന എടുക്കേണ്ടായി വരും. അമീൻ ഒരു കോമഡിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്പോട്ടിൽ പരിപാടി ആണ് കോമഡീസ്. അപ്പം ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഇതിൽ സിനിമയിലോട്ട് വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടന് സ്പോട്ടിൽ നിന്ന് പരിപാടി ചെയ്താക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ചേട്ടാ പറഞ്ഞ അടുത്ത ഞാൻ എന്താ പറയണ്ട, അങ്ങനെ ഒരു കൺഫ്യൂഷൻ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അല്ല, ഫ്ലെക്സിബിൾ ആയിരുന്നു. പിന്നെ ഞാൻ പറയും സജില് ഒരു ഫ്രീഡം, അതായത് കൺട്രോൾ സജിലിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം ഇങ്ങനെയുള്ള സീനുകളിൽ ഒരു ഫ്രീഡം തന്നിരുന്നു. ഇതേ പ്രായം തന്നെ, പിള്ളേരുടെ പ്രായത്തിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഈ പ്രിൻസിപ്പൾ ചേട്ടാ അത് കൊള്ളാം, അത് പറഞ്ഞു, അല്ല അമീനെ അത് പറഞ്ഞു, അത് കുഴപ്പമില്ല എന്നുള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടായിരുന്നു. പിന്നെ ആ സീനുകളൊക്കെ രസകരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ഈ ക്യാമ്പസ് ചിത്രങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട്. നമുക്ക് ലാലേട്ടൻ്റെ കാലം തൊട്ട് ക്യാമ്പസ്, സർവകലാശാല ഉൾപ്പെടെ ഒത്തിരി സിനിമകൾ കണ്ടു, സിനിമ കണ്ടിട്ടുമുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ ജോണി ചേട്ടനെ സംബന്ധിച്ച് ഒരു പ്രിൻസിപ്പളായിട്ട് ഇന്നത്തെ അഭിനയിക്കും. ഈ സിനിമകൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ് ഇതുള്ളത്? ഇപ്പം ഞാൻ അഭിനയിച്ച സിനിമകൾ നിങ്ങൾക്കിത് കൊള്ളാമെന്ന് തോന്നാൻ എന്താണ് ആ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്? ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് ഇന്നത്തെ സിനിമയാണല്ലോ. ക്യാമ്പസിൽ ഇങ്ങനെ കുട്ടികളൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ആണോ, ഇങ്ങനെയൊക്കെ ഇല്ലേ? അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട് ഇപ്പോഴത്തെ ക്യാമ്പസ് എങ്ങനെയാണെന്ന് അറിയാനൊരാഗ്രഹമുണ്ട്. പിന്നെ ആദ്യം കിട്ടുന്ന ഞാൻ മോളോട് ചോദിക്കും, മോളെ ഒരാൾമാരൊന്നും ഒന്നും തീർത്ത് അങ്ങനെ പറയല്ല, ആ കുഴപ്പമില്ല, അവിടെ അങ്ങനെ മാറിയില്ല, ഒരുപാട് മാറിയല്ലോ മൊത്തത്തിൽ. എല്ലാം മാറ്റം എപ്പോഴും ഉണ്ടാകാറുള്ളതാണല്ലോ. അപ്പോൾ ഇന്നത്തെ ക്യാമ്പസ് എന്താണ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് പോയി കണ്ടിട്ട് ഇങ്ങനെയാണോ ക്യാമ്പസ്, മുഴുവൻ ഇങ്ങനെ ആയിരിക്കില്ല, കുറേ സിനിമാറ്റിക് പരിപാടികളും ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റർടൈനറാണ്. ഇതൊരു ബോറടിപ്പിക്കില്ല സിനിമ. ഒരു 2 മണിക്കൂർ നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് നല്ല രീതിയിൽ കണ്ട് മഴ പെയ്ത് തീരുന്ന രീതിയിൽ ഇറങ്ങി വരാൻ പറ്റും. അല്ല മഹത്വമായ സന്ദേശം കൊടുക്കില്ല, അങ്ങനത്തെ പരിപാടികളല്ല. ഇത് കാണണം ഈ സിനിമ എന്നൊരു തോന്നൽ ആളുകൾക്കുണ്ടാകും. കാണുന്നവർക്ക് നഷ്ടവും വരാത്ത സിനിമയാണ് ഡർബി എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ് ചേട്ടാ, ഈ സിനിമ അങ്ങനെ തന്നെയാണെന്നുള്ളത് എൻ്റെ അറിവ്. നമ്മൾ കണ്ടത് വെച്ചു അങ്ങനെ തന്നെയാണ് സിനിമ. അതുകൊണ്ട് ധൈര്യമായിട്ട് ജോണിച്ചേട്ടൻ പറഞ്ഞതിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ വിശ്വസിക്കുന്ന ജോണിച്ചേട്ടൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതിലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ല, നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഉള്ളത് കൊണ്ടാണ് പറയുന്നതെന്ന് വിചാരിക്കും. പ്രത്യേകിച്ച് കണ്ട ഒരാളും കൂടെ ഉള്ളപ്പോൾ നമുക്ക് ആ പറയുമ്പോൾ ആ ധൈര്യം കൂടുന്നു. 100% ഓക്കെയാണ്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, വിഷം തുടങ്ങിയിട്ടുണ്ട്. ജോണിച്ചേട്ടന് വിഷം കൊണ്ട്, ജോണിച്ചേട്ടൻ ഈ പ്രായമൊക്കെ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ക്രോണിക് ഷുഗർ പേഷ്യന്റ് കിട്ടിയ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കൽ വാങ്ങലുള്ളതാണ്, ഫോണിലൂടെ എങ്കിലും ഉള്ളതാണ്. പറ്റും, പക്ഷെ എനിക്കത് താങ്ങില്ല. അതുകൊണ്ടാണ് ഇൻസുലിൻ ചാക്കിൽ മേടിക്കുന്നത്. നമുക്ക് ഈ ഇമാരുടെ കൂടെ കുറെ പിള്ളേരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അമ്മമാരൊക്കെ വിഷമിട്ട് ഭക്ഷണം കഴിക്കാൻ ഓൾറെഡി പോയി. അവരോടാണോ? അവരുടെ കൂടെ നമുക്ക് പോയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അമ്മമാരുടെ അടുത്ത് നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക്
പിടിച്ചെടുക്കണം. പിടിക്കാണ്ട് അതിൽ അതമത്തുണ്ട് അവിടെ. അല്ലേ? അങ്ങനെ കുറെ പേര് ഇന്നലെയൊക്കെ വിളിച്ചിട്ട് പോയതാണ്. അപ്പൊ നമുക്ക് അവരുടെ കൂടെ ഒന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ അവിടെ പോയാലോ? അവിടെ കുറെ കാര്യങ്ങൾ ജോണിച്ചേട്ടൻ്റെ അടുത്ത് അവർക്കും ചോദിക്കാണ്ട് എന്നോട് പറഞ്ഞു. നിങ്ങൾ മാത്രം ഇങ്ങനെ വാഴ 3ലേക്ക് അപ്പനും മൂന്നുമായിട്ട് പോയപ്പോ അവരും പിള്ളേരായിട്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. വാഴ 3 ഒന്നും ഇല്ലാട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. വാഴ3 ചിലപ്പോ ഏത് സിനിമയാണെങ്കിലും അച്ഛനില്ലാതെ പോകണ്ട. ഓക്കെ, ഉറപ്പം കൊടുക്കും. എന്നെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ? അളിയനോ ഏതെങ്കിലും വാഴ പടത്തിലോ? വാഴ 3 വേറെ ഏതെങ്കിലും പടത്തില് വരുമോ? എല്ലാം വരും. സമയമാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോവാം. അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാം. അവിടെ 2 പേരുണ്ടായിരുന്നു. ബാക്കി പിള്ളേർക്ക് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവരില് ഏറ്റവും അവിടെ 2 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവരില് ഈ ഇരിക്കുന്ന ബാക്കിയുള്ളവരെ കുറിച്ച് ചോദിക്കേണ്ട അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും നല്ല കുട്ടികളാണ്, നല്ല ആളുകളാണ്, നല്ല ടാലന്റ് ഉള്ളവരാണ്, നല്ല പ്രതീക്ഷിക്കാവുന്നവരുമാണ്. ഭാവിയിൽ പല കാര്യങ്ങളും അവർക്ക് ചെയ്യാൻ പറ്റും, അവരതിനുവേണ്ടി നിലകൊള്ളും എന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഓരോരുത്തരും വ്യത്യസ്തരാണ്, അവരവരുടെ ആ കഴിവുകൾ, ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടല്ലോ, അത് തിരിച്ചറിഞ്ഞ്. പിന്നെ സിനിമ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സാഹചര്യം ഒത്തു വരണം. അങ്ങനത്തെ പരിപാടികൾ ഇപ്പം സജിലിനെ പോലുള്ള ഡയറക്ടേഴ്സ്, വേറെ ഡയറക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അവരൊക്കെ വിളിക്കാൻ പാകത്തിന് വിളിച്ചാൽ ആ വിശ്വാസത കീപ്പ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവരെല്ലാവരും. ഈ സജിലിനെ സംബന്ധിച്ച് ഈ പിള്ളേർ സെറ്റിന്റെ കൂടെ തന്നെ അതേ പ്രായത്തിലൊക്കെ ഒരു വൈബിലാണ് നിൽക്കുന്നത്. ഈ പുള്ളി ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? സാധുവായിരുന്നു, എല്ലാവരെയും സന്തോഷിപ്പിച്ചും ആർക്കും ഒരു അലർച്ച ഉണ്ടാകാതെ. പ്രത്യേകിച്ച് ക്യാമ്പസും ഇത്രയും ദിവസം ഷൂട്ടിങ്ങും ഇത്രയും ആൾക്കാരും ഒക്കെ ഉണ്ടായപ്പോൾ ക്യാമ്പസുകാരുടെ ഭാഗത്തു നിന്നൊക്കെ പ്രഷർ ഉണ്ടായിരുന്നു. അതുപോലെ പല ഭാഗത്തും പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്നുണ്ടാകും, എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷെ അതെല്ലാം പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ, വളരെ ക്ഷമയോടെ, സമയത്തോടെ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുണ്ട്. ഒരു എല്ലാം സർവം സഹ എന്നുള്ള രീതിയിൽ ഭയങ്കര കളന. ഈ ജോണിച്ചേട്ടൻ തന്നെ ഒരു പ്രിൻസിപ്പായിട്ട് വേണമെന്നുള്ള തീരുമാനം എന്താ? അല്ല, അത് ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ ആയിരുന്നു. അപ്പം ഞാൻ കടകൽ മുന്നത്തെ പടത്തിൽ ഞാൻ ജോണിച്ചേട്ടനെ കണക്ട് ചെയ്തു. ഞാനത് ജോണിച്ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ജോണിച്ചേട്ടൻ പറഞ്ഞു, എന്നെ നീ വിളിച്ചില്ല എന്നൊക്കെ. ഞാൻ ശരിക്കും കണക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ജോണിച്ചേട്ടന് വേറെ ഏതോ പടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അങ്ങനെ കിട്ടായിട്ടാണെന്നാണ് എന്നോട് കൺട്രോളർ പറഞ്ഞത്. ദീപക് പരമേശ്വരൻ. അപ്പൊ എനിക്ക് അന്നേ ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ സ്ക്രിപ്റ്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്തും നമ്മൾ തമ്മിൽ എല്ലാം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ജോണിച്ചേട്ടൻ തന്നെയായിരുന്നു. ജോണിച്ചേട്ടനോട് കഥ പറയുന്നതിന് മുമ്പേ നമ്മൾ ബോർഡിൽ ജോണിച്ചേട്ടൻ്റെ ഫോട്ടോ കയറിയിട്ടുണ്ട്. നമ്മൾ പ്രീന്റെ സമയത്ത് ഇങ്ങനെ പ്രിൻസിപ്പൽ CK കുഞ്ഞിമുഹമ്മദ്, ജോണിച്ചേട്ടൻ എന്നുള്ള സാധനം ഫോട്ടോ കടക്കം കയറിയിട്ടുണ്ട്. അത് മാത്രമല്ല, ജോണിച്ചേട്ടൻ്റെ 3 ഇയറിലെയും ചേഞ്ചസ് വരെ നമ്മൾ പല പടങ്ങളിൽ നിന്നാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ ജോണിച്ചേട്ടൻ്റെ കഥ പറഞ്ഞിട്ടില്ല. പിന്നെയാണ് പെട്ടെന്ന് ജോണിച്ചേട്ടനെ വിളിച്ച് കഥ പറഞ്ഞത്. എന്നാൽ തന്നെ ജോണിച്ചേട്ടൻ്റെ ഡേറ്റിൻ്റെ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടായി. നമ്മൾ കാരണമാണ് നമ്മളെ പടം പറഞ്ഞ ഡേറ്റിൽ നിന്ന് അങ്ങോട്ട് മാറി, കുറെ ഇങ്ങോട്ട് മാറി. പക്ഷെ എന്നാലും പിടിച്ച് ഞങ്ങൾ കൊണ്ടുവന്ന് തീർത്തു. അതെ, ഞാൻ ഡേറ്റ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്യാമ്പസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം പ്രൊഡ്യൂസർ കാര്യം ക്യാമ്പസ് ചിത്രമാണ്, ഇത്രയും എക്സ്പെൻസ് ആകുന്നതാണ്. പക്ഷേ ആവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റിയും പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ഇത്രയും വലിയൊരു ക്യാമ്പസിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പരിമിതികളുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്ന് ആ പ്രൊഡ്യൂസറുടെ സപ്പോർട്ട് വലുതാണല്ലോ. ഓർത്തെടുത്തു രാമാനുജം ഒക്കെ ഉണ്ട്, ഒരുപാട് ഒത്തിരി പേര് ഇതിനകത്തുണ്ട്. അമീനെ, നീ ഡീറ്റെയിൽ മാത്രമാണോ? അവിടെ ഇന്റർവ്യൂ കഴിക്കാൻ വേണ്ടി സമയം വൈകി വന്നു. അപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നോ? ഇവിടെ വന്നിട്ട് രാവിലെ ഞാൻ ഇവിടെ എത്തിയത് 6 മണിക്കാണ്. 6 മണിക്ക് എത്തിയതേ ഉള്ളൂ വെളുപ്പിൽ. അതിന്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു. ഈ നമ്മുടെ ഇവന്റെ വലിയ ഈ സിനിമ കഴിയുമ്പോ ഇവന്റെ വീട്ടില് ഭയങ്കര ഇല്ല. അപ്പൊ ഈ ജോണിച്ചേട്ടനിൽ നിന്ന് നിനക്ക് അവിടെ കിട്ടിയ ഒരു ഉപദേശം എന്താ? ജോണിച്ചേട്ടൻ ഉപദേശമായിട്ട് അങ്ങനെ പറഞ്ഞു തന്നൊന്നുമില്ല. കുറെയൊക്കെ പഠിക്കാൻ പറ്റി. എന്താ നീ പഠിച്ചത്? ചേട്ടൻ കറക്റ്റ് ഞങ്ങളെക്കാളും മുമ്പ് ചേട്ടൻ പഞ്ചൂരാണ് ഭയങ്കരമായിട്ട്. ഞങ്ങള് 7 മണിന്ന് പറഞ്ഞാൽ ചേട്ടൻ 7 മണിക്ക് ലൊക്കേഷനിൽ കോസ്റ്റ്യൂമാരെ ഉണ്ട്. ഞങ്ങളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് സമയം ലേറ്റ് ആവാറുണ്ട്. ഈ ക്യാരവാനിൽ വെച്ച് ജോണിച്ചേട്ടൻ അപ്പുറം ഇരുന്നപ്പം ഏറ്റവും കുറ്റം പറഞ്ഞ ആരാ അതിനകത്ത്? അങ്ങനെ സംഭവം നടന്നോ? അങ്ങനെ സംഭവം നടന്നിട്ടില്ല. ഫേക്ക് ന്യൂസ്.
കാര്യമാക്കണ്ട. എങ്കില് അവിടെ ഇരിക്കാത്ത കുറെ പേരോട് വന്നിട്ടുണ്ട്. ഇതിൽ ആരാന്നുള്ളതെന്ന് പറഞ്ഞല്ലോ. അവിടെ അമീര് ഇവരുമെല്ലാന്ന് പറഞ്ഞല്ലോ. ആരായിരുന്നു അമീര്? ഏറ്റവും കുറ്റം പറഞ്ഞത്? എല്ലാരും പറഞ്ഞു ഞങ്ങൾക്ക് നല്ല പിന്നെ വേറെ എന്തായിരുന്നു പണി. അല്ല ജോണി ചേട്ടൻ പറയട്ടെ, ജോണി ചേട്ടൻ സൗണ്ട് കേട്ടിട്ടുണ്ടാവില്ലേ? അല്ല അമീൻ എന്തായാലും അതിനെ പറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. അമീൻ എന്നെ മാറ്റി പ്രവർത്തിച്ചിട്ടുണ്ട്. അവനെ എഴുതി കാണിച്ചിട്ട് വായിക്കണം. എഴുതി കാണിച്ചിട്ട് വായിച്ചടാ. ആരോ വായിച്ചതാണ്. എഴുതി കൊടുത്താണ് കുറ്റം. അപ്പൊ എഴുതി കൊടുത്താരാണ്? അമീൻ എല്ലാം ചുമ്മാ അങ്ങനെയൊന്നുമില്ല. ഇല്ല, നമ്മൾ അങ്ങനെ മനഃപൂർവ്വം അങ്ങനെ ഒന്നും ചോദിച്ചില്ല. അത് ഞങ്ങളെ വിശ്വാസം. പിന്നെ ജോൺ ചേട്ടൻ അറിയാം, ജോൺ ചേട്ടൻ തമാശക്ക് അങ്ങനത്തെ കെട്ടുകഥകൾ ഉണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ലേ? അല്ല ഞാനിപ്പം എനിക്ക് ഇവരുടെ ഭാഗത്തുനിന്ന് ഇറവറൻസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നടക്കുന്നു. പിന്നെ എല്ലാവരും വിചാരിച്ചു ഞാൻ ഒരുപാട് ബഹുമാനം ആഗ്രഹിക്കുന്ന ആളാണ്. നല്ലതെന്ന് അറിയാമല്ലോ. ഇല്ല നമ്മളവിടെ ഇരിക്കില്ല. ആ കാര്യം പറഞ്ഞപ്പോ ഇത്ര ഒത്തൊരുമുള്ള ഒരു ടീം ഏത് പട്ടണത്തിൽ നിന്നാലും ജയിക്കും. എന്താ സന്തോഷം നോക്കിയേ. അല്ല അങ്ങനെ ഞങ്ങൾ ചെയ്യില്ല, സത്യം അങ്ങനെ ചെയ്യില്ല. കൈകാര്യം കിട്ടുന്ന ചെറിയ അടി പോലും ഭയങ്കര സന്തോഷം വരുത്തുന്നുണ്ട് നമുക്ക്. ഈ നമ്മുടെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ നായകന്മാരൊക്കെ അവിടെ ഇപ്പൊ ഉണ്ട്. ഈ ജോലിച്ചേട്ടനോട് എന്തെങ്കിലും ചോദിക്കാണോ? എന്തെങ്കിലും ചോദിക്കാണോ? CID മൂസ 2 എനിക്ക് പറ്റിയ വേഷം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കൺസിഡർ ചെയ്യണം. അടുത്ത ചോദ്യം, നല്ല ചോദ്യം, അടുത്ത ചോദ്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചിരിക്കും. താങ്ക് യു അത് മതി. ഇതിപ്പോ അവസരം ഉണ്ടാക്കുന്നത് ഇല്ലായിരിക്കാം ഞാൻ നോക്കിയാൽ പറയും. ഞങ്ങൾ അതായത് ഈ ടീമിനൂടെ വർക്ക് ചെയ്തിട്ട് ഉള്ള എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പറ്റിയില്ല, എനിക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ബട്ട് എനിവേ അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നി. പ്രത്യേകിച്ച് സൈഡിലൊക്കെ പിന്നെ ഡയറക്ടർ ആണെങ്കിലും തന്നെ വളരെ കാര്യമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ കുട്ടികളാണെങ്കിലും ഒരു തരത്തിലും നമുക്കൊരു ഇടർച്ച ഉണ്ടാക്കിയിട്ട് ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ മിക്കവാറും ഈ സീനിൻ്റെ ഫിനിഷിങ് അങ്ങനെയൊക്കെയുള്ള സംഭവത്തിലാണ്. ഞങ്ങൾ കോമ്പിനേഷൻ്റെ 3-4 സീൻ, കുറേ വേറെ സീനുണ്ട്. അപ്പം ഇവരുടെ ഒരു ഏരിയ തീരാൻ ഞാൻ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ തീർന്നില്ല എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഡേറ്റ് ചിലപ്പം എൻ്റെ പോർഷൻ എടുത്ത് തന്നെ സൗകര്യപ്രദമായിട്ട് വിട്ടിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു തരത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ തീർച്ചയായിട്ടും വിജയിക്കണം എന്ന് വളരെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുപോലായിരുന്നു ഇതിൻ്റെ ഒരു എഫർട്ടും ഇതിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആൾക്കും എല്ലാവർക്കും. ഇഷ്ടപ്പെട്ട ഒരാളോട് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ശരിയാണ്. അതിൻ്റെ ഒരു പിന്നെ അത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. അതെ. ഓൾറെഡി പടം കണ്ട ഒരാളുമായിട്ടൊരു ഇന്റർവ്യൂവിന് ഇരിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നാൽ നമ്മൾ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല. ജോൺ ചേട്ടൻ കാരവാനൊക്കെ വരുന്നതിന് മുമ്പേ ഒക്കെ സിനിമ ചെയ്തില്ല. അപ്പൊ ആ സമയത്ത് ദിലീപേട്ടനും അവരൊക്കെ അന്നത്തെ യങ്സ്റ്റേഴ്സ് ആയിരുന്നല്ലോ. അപ്പൊ അവര് ഇതേപോലെ എങ്ങനെയാണ് അവരും ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടറൊക്കെ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവടോ അല്ലെങ്കിൽ ഒരു വരാന്തയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടാണെങ്കിൽ ബെഡ്റൂം അപ്പുറത്തെ ഔട്ട് ഹൗസോ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനവും പിന്നെ തമാശയും രസമല്ലേ. നമ്മളെനിക്ക് ഏറ്റവും കൂടുതൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് നമുക്കായിരിക്കും. അതുകൊണ്ട് ഭയങ്കര ശീലമാണ് നമുക്ക് ഈ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു മടിയിലേക്ക് പിടിച്ചോണ്ടേ. കാരണം ശീലിച്ചു പോയി. എവിടെയൊക്കെ നിന്നാ ഭക്ഷണം കഴിച്ചേക്കണേ. ഇപ്പൊ അല്ല കാരവൻ ഞാൻ പറഞ്ഞ എനിക്ക് കാരവാനും ഞാൻ ആദ്യം എടുക്കുന്നത് ഗരുഡിനാണ് ആദ്യമായിട്ട് കാരവാൻ വരുന്നത്. കാരവാൻ ആദ്യം കൊണ്ടുവരുന്നത് ദിലീപാണ്. ദിലീപിനും ഈ പറഞ്ഞ പോലെ അത് SI പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പുള്ളിക്ക് ഫിറ്റ്നസിന്റെ കാര്യത്തിലൊക്കെ ഒരു ഭയങ്കര കോൺഷ്യസ് ആകുമായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് അങ്ങനെ തമിഴിലൊക്കെ ആകുമ്പോൾ കാരവനായി. പുള്ളിയാണ് മലയാളത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. മമ്മൂക്ക പറയല്ലോ എല്ലാം മലയാളത്തിൽ ആദ്യം കൊണ്ടുവന്ന മമ്മൂക്കയാ. പക്ഷെ കാരവൻ മാത്രം അവനാണ്. അപ്പൊ അന്ന് നമ്മൾ ഈ സ്പോട്ട് എഡിറ്റും ഈ ക്യാമറാമാൻ മാത്രമല്ല നമുക്ക് ക്യാമറയിൽ കാണാൻ പറ്റും. അപ്പൊ അതെങ്ങനെയായിരുന്നു അതിന്റെ ആ ജഡ്ജ്മെന്റ് എങ്ങനെയായിരുന്നു? ആ ജഡ്ജ്മെന്റ് ക്യാമറാമാനെ വിശ്വസിക്കാന്നുള്ളൂ. എല്ലാ ഷോട്ടും നമുക്ക് വ്യൂ പോയിന്റ് ഇപ്പോൾ നോക്കാനുള്ള സമയം കിട്ടുകയില്ല. ഓക്കെ അല്ലേ ചേട്ടാ? ഓക്കെ സാലുവേട്ടനൊക്കെ മൂസയ്ക്ക് ചെന്ന് സാലു ജോർജ് ക്യാമറമാൻ സാലുവേട്ടനാണ് നമ്മുടെ കണ്ണും മനസ്സും. ഓക്കെ ആയിരിക്കും. പിന്നെ റെസ്റ്റ് അടിച്ച് കട്ട് ചെയ്ത് വരുമ്പോഴാണ് സമാധാനമാകുന്നത്. പണ്ട് നമ്മൾ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് മദ്രാസിന് പോകുമ്പോൾ അന്ന് എഡിറ്റർ മുരളിച്ചേട്ടനാണ്. മുരളിച്ചേട്ടൻ ഈ കണ്ടിന്യൂറ്റി തെറ്റിയാൽ
നമ്മളെ കണ്ടമാനം വഴക്ക് പറയും. അത് നല്ല പുള്ളി പറയേണ്ടത് നമ്മുടെ തെറ്റാ. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ ചെന്ന ഉടനെ മദ്രാസിൽ ചെന്ന് മേലിന് രാവിലെ ഇറങ്ങി കുളി കഴിഞ്ഞ് നേരെ ഫാത്തിമ ചർച്ചിലോട്ടാണ് പോകുന്നത്. അത് എടുത്ത സിനിമയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഞാൻ മാതാവേ ഒന്നും അടുപ്പിക്കല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ നമ്മൾ ചില മൂവികളെ നിർത്തുമ്പോൾ ടെൻഷനാണ്. കാരണം കൈ എന്താ ഇങ്ങനെ തിരിഞ്ഞിട്ട് ചോദിക്കും ഇതെന്താ കൈ ഇവിടെ. അപ്പോൾ മാസ്റ്ററുടെ കൈ വേറെ സ്ഥലത്തായിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇത്രയും ഫെസിലിറ്റി ഉണ്ടായിട്ട് ഇന്ന് തെറ്റിക്കുന്ന ആളുകൾ ഏതാ ഒന്നാലോചിക്കണം. അന്ന് ഇതൊന്നും ഇല്ലാഞ്ഞ കാലത്ത് അപ്പം ഇത്രമാത്രം അതിനോടേ ഞാൻ പറഞ്ഞു സൗകര്യം കൂടുമ്പോൾ സൗകര്യം കുറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആവും. സൗകര്യം കൂടുമ്പോൾ കുറയുന്നത് കെയർലെസ് ആവും. അതാണ് എപ്പോഴും സൗകര്യം അത് സംഭവിക്കുന്നത്. അന്നൊക്കെ ഷൂട്ട് ഡേയ്സ് ഭയങ്കര കുറവായിരുന്നത്. അത്രയേ ഉള്ളൂ, ഫിലിം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു പിന്നൊരു ഗുണം കിട്ടിയത് ആ സമയത്ത് സിനിമ വന്നുകൊണ്ട് അതും കാണാൻ പറ്റി ഇതും കാണാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഋഷിയുള്ള കാലത്തൊന്നും ഫിലിം വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഫിലിം വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. 28 അത് അവന് ക്ലിയർ ആക്കാൻ ശ്രമിക്കുന്നതല്ലേ. അതെ ആക്ച്വലി എല്ലാം അടിപൊളിയായിരുന്നു. ആദ്യം ക്യാമറ നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ ക്യാമറന്റെ മുമ്പിൽ ഇങ്ങനെ ഒറ്റ ഫ്രെയിമിൽ വരുന്നത്. അപ്പോൾ ഉള്ള ഒരു ടെൻഷനിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയെന്നല്ലാണ്ട് പിന്നെ നമുക്ക് ഓക്കെ ആയാലും ചെയ്യട്ടെ ഒന്നും കൂടെ ഇല്ല പിന്നെ ചെയ്യട്ടെ. ഇവനില്ല പടത്തിൽ ആക്ച്വലി ഇവൻ വെറുതെ വന്നു ഇവിടെ ഇരിക്കുകയാണ്. അല്ല ജോണി ചേട്ടാ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ജോണി ചേട്ടൻ അഭിനയത്തിലേക്ക് ആദ്യം വരുമ്പോൾ ഡയറക്ടറാണല്ലോ, അഭിനയത്തിലേക്ക് ആദ്യം വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഡയറക്ഷന് എന്നും ടെൻഷനായിരിക്കും, മാറ്റമില്ല. നമുക്ക് രാത്രി ചാട്ടുണ്ടാക്കണം, രാവിലെ എഴുന്നേറ്റ് പോകണം. ആ അഭിനയം എന്നൊരു സംഭവം നേരത്തെ തൊട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരാളാണോ അതോ പെട്ടെന്ന് യാദൃശ്യമായിട്ട് അഭിനയത്തിലേക്ക് കയറിയതാണ്? അഭിനയം നമ്മുടെ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ ഒരു നടനുണ്ടാവും. കാരണം അത്യാവശ്യം നമ്മൾ ചെയ്ത് കാണിക്കുക, പുതിയൊരാൾ വരുമ്പോൾ ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ അത് നമ്മുടെ അഭിനയം ഏറ്റവും വലിയ നമ്മൾ എപ്പോഴാണ് നമ്മുടെ അഭിനയം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മളെ വീണ്ടും പടത്തിന് ആളുകൾ വിളിക്കുമ്പോഴാണ് നമ്മൾ ഉറപ്പിക്കുന്നത് നമ്മളെ ആവശ്യമുണ്ടെന്ന് തോന്നുന്ന നിമിഷമാണ് ഏത് മനുഷ്യനും സമാധാനമാകുന്നത്. അല്ലാതെ നമ്മൾ അഭിനയിച്ചിട്ട് ആരും വിളിക്കുന്നുമില്ല, നമുക്ക് പടം ഇല്ലെങ്കിൽ നമ്മുടെ അഭിനയം അതോടെ തീർന്നത്. അതെ അതെ അതെ, അങ്ങനെ വലിയൊരു റിസ്ക് ഉണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരുടെ ഇഷ്ടം, ആളുകളുടെ ഇഷ്ടം തന്നെയാണ് ഏറ്റവും പ്രധാനം. ആളുകൾ ഇഷ്ടപ്പെട്ടാൽ രക്ഷപ്പെട്ടു. ഈ പല ഡയറക്ടറായിരുന്നു, പല ഡയറക്ടറിൻ്റെ അടുത്ത് പോയി നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ ഇപ്പോൾ അത് അങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ ഒന്ന് ചെയ്താലോ, നമ്മൾ ഡയറക്ടർ മനസ്സിൽ കിടക്കുവാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ എനിക്ക് തടസ്സം വരാറുണ്ട്. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട്? ഇല്ല, ഞാൻ നൈസായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കലും അവർക്ക് ഇടപെടാത്ത രീതിയിൽ ആദ്യമേ തന്നെ സ്ക്രിപ്റ്റ് വരുമ്പോഴേ എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ അവരോട് പറയാറുണ്ട്. ചിലർ ഓക്കെ ചെയ്യാറുണ്ട്, ചിലർ അല്ലെങ്കിൽ രണ്ടു വിശദീകരിച്ച് തരാറുണ്ട്. അത് ഇതുകൊണ്ടാണ് ചേട്ടാ ഇങ്ങനെ മതി എന്ന് പറയാറുണ്ട്. എന്തായാലും ഫൈനൽ അതോറിറ്റി ഡയറക്ടർ തന്നെ. ഒരിക്കലും ഞാൻ ആ കാര്യത്തിൽ ഇടപെടാറേ ഇല്ല. ഒരിക്കലും നമ്മളൊരു പറഞ്ഞു നോക്കും, നടന്നില്ലേ ഓക്കെ സാർ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തോളാം. ഒരിക്കലും അത് നല്ല മനസ്സോട് കൂടി തന്നെ കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞ കേട്ടില്ല ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ പരിപാടിയല്ല. നമ്മൾ നല്ല മനസ്സോട് കൂടി തന്നെ. കാരണം എന്താ ഒരു ഡയറക്ടർ വിചാരിക്കുന്നുണ്ടല്ലേ നമുക്ക് പടം കിട്ടുന്നത്. അതെ, അത് ശരിയാണ്. അത് പറയുമ്പോൾ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിരുന്നു അല്ലേ? സോഷ്യൽ മീഡിയ പല പല കണ്ടന്റുകൾ ചെയ്യുന്നതാണ്. ഇവരിൽ നിന്നും നമുക്ക് കുറേ സാധനങ്ങൾ കിട്ടും, ഡയറക്ടർ എന്നതിലേക്ക് കിട്ടും. അങ്ങനെ ഇവരെ ഏറ്റവും കൂടുതൽ നമ്മളുമായിട്ട് സഹകരിച്ചു കാര്യങ്ങൾ പറഞ്ഞു വെക്കണം ആരായിരിക്കും? അല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പിന്നെ കുറച്ചും കൂടെ അമീൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിരുന്നു. അമീൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ എടുക്കാൻ പോകുന്ന സീന് ചിലപ്പോൾ ഞങ്ങൾ അന്നായിരിക്കും ഡിസ്കസ് ചെയ്യും. നമ്മൾ കോളേജ് ആയതുകൊണ്ടേ നമ്മൾ ഏത് പോർഷനിലാണ് ഷൂട്ട് ചെയ്യാന്ന് അവിടുന്ന് പെർമിഷൻ ചിലപ്പോൾ രാവിലെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മോർണിംഗ് ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് മാറ്റും, ഇന്ന സ്ഥലത്തേക്ക് ഷൂട്ട് മാറ്റും. കാരണം പ്രിൻസിപ്പൽ റൂം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വെക്കുമ്പോൾ പ്രിൻസിപ്പൽ അറിയും റൂം തരാൻ പറ്റില്ല, ഇന്ന് അവിടെ വർക്കിംഗ് ഡേ എന്ന് പറയും. അപ്പോൾ ആയിരിക്കും നമ്മൾ എല്ലാത്തിനും ഒരു എ ഓപ്ഷൻ, ബി ഓപ്ഷൻ, സി ഓപ്ഷൻ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സി ഓപ്ഷൻ ആയിരിക്കും ആദ്യം എടുക്കുക. അപ്പം എടുക്കാൻ വരുന്ന കാര്യം അമീൻ ചോദിക്കും, അല്ല ഇതല്ലല്ലോ നമ്മൾ ഇന്നലെ പറഞ്ഞത് ചാർട്ട് പ്രകാരം. അവർ അമീൻ എങ്ങനെയാണ്? അപ്പോൾ അവൻ അവിടെ ആദ്യം ഒരു ടേക്ക് പോവും. അപ്പോൾ രണ്ടാമത് നമ്മൾ റീടേക്ക് പറയുമ്പോൾ അമീൻ ഒന്നിങ്ങനെ ചോദിക്കും, നമുക്ക് ഇങ്ങനെ ഡയലോഗ്സ് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും. എല്ലാവരും ചോദിക്കും, എല്ലാവരും ഞാൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അമീന് കുറച്ചുകൂടെ കോൺഷ്യസ് ആയിരുന്നു കാര്യങ്ങൾ. അത് നേരത്തെ ഞാൻ പറഞ്ഞു, അമീൻ ഇങ്ങനെ തോളിടിക്കാം ഒന്നിങ്ങനെ നന്ദിയെന്നാണ് കൊണ്ടുപോകുക, അടിക്കാൻ തല്ലാൻ കൊണ്ടുപോകാൻ ഡയലോഗ് ഞാൻ ഇങ്ങനെ പറഞ്ഞ പ്രശ്നമാവോ? ഇല്ല, അത് നീ പിടിച്ചോന്ന് പറയും. അങ്ങനെ എല്ലാവരും ചോദിക്കും. പിന്നെ ആദവാണെങ്കിൽ ഇമോഷൻ സീൻ വരുമ്പോഴാണ് അങ്ങനെ ചോദിക്കുക. ആദവ് ഇമോഷൻ സീൻ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അത് മീറ്റർ കൂടുതലാണോ കുറവാണോ? ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും വീണ്ടും ചോദിച്ചോണ്ടിരിക്കുവാൻ. അമ്മായിന് ഓർമ്മ വരുവാണ്, വീട്ടുകാരും ഓർമ്മ വരും പെട്ടെന്ന്. കുടുംബകല അതുകൊണ്ട്
അമീനൊക്കെ ശരിക്കും ഉള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ആയിരിക്കും. പക്ഷെ ഇതിൽ നമ്മൾ ഇത്ര ആളുകളെ കൊണ്ടുവന്നല്ലോ, ഇത്രയും സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ സീനിയർ ജോണിച്ചേട്ടൻ ഉൾപ്പെടെ തന്നെ അഭിനയിക്കും. നമുക്ക് ഇവരോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ജോണിച്ചേട്ടൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ ജോണിച്ചേട്ടൻ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുള്ളൂ. അവിടെ ഉണ്ടായ ഒരു ചർച്ചയിൽ ഓർത്തിരിക്കുന്ന ചർച്ച എന്തായിരിക്കും ജോണിച്ചേട്ടനായിട്ട്? ജോണിച്ചേട്ടൻ ഓഫീസിൽ ഷൂട്ട് എടുക്കുക, നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസിൽ ഷൂട്ട് എടുക്കുക. അപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോണിച്ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, നമ്മളന്ന് ഒരു DOP കുറച്ച് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഓപ്പോസിറ്റുള്ള ഷൂട്ട് ചെയ്തെടുത്തു. ഓപ്പോസിറ്റ് സൈഡിലെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മൾ ഇനി എടുക്കാനുള്ള ജോണിച്ചേട്ടൻ്റെ പോർഷൻ എടുക്കാനുള്ളത്. അപ്പോഴത്തേക്ക് ജോണിച്ചേട്ടനോട് പറഞ്ഞു, സജിൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ വന്നിട്ടാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവരെ കൗണ്ടർ അനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പറയായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു സാക്ഷ്യം അന്ന് ജോണിച്ചേട്ടൻ പറഞ്ഞു. ഷോട്ടായിട്ട് ആദ്യം ഒരു ഷോട്ട് എടുക്കുകയാണെങ്കിൽ ഒരേ ഹ്യൂമർ ഉള്ള സീനാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അതനുസരിച്ചിട്ട് പിന്നീട് ക്ലോസസ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റും. ഒരു സൈഡ് ക്ലോസസ് ഇവിടെ എടുത്തു പോയെങ്കിൽ പിന്നെ എനിക്ക് നമുക്ക് അതിൽ നിന്നോണ്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം എൻ്റെ ആദ്യം എടുത്തെങ്കിൽ പിന്നെ അവർക്ക് അതിൽ നിന്നോണ്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സീനുകളിൽ എപ്പോഴൊരു ഫുള്ളൊരു മാസ്റ്റർ ഷോട്ട് അങ്ങ് എടുത്താൽ നമ്മൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അത് എടുത്താൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്താണ് പരിപാടി എന്ന് പിടിയുണ്ട്. ഒരിക്കലും അല്ലാതെ റിയാക്ട് ചെയ്യുന്ന ക്ലോസസ് മാത്രം ആദ്യം എടുക്കും. ഞാൻ പറഞ്ഞാൽ നമ്മൾ അതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഒരു കാര്യം എനിക്ക് ക്യാമറാമാൻ ആ സമയത്ത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയായിരിക്കും ഇവരുടെ ക്ലോസസ് ആദ്യം എടുത്തേക്കാം, റൈറ്റ് ഓക്കെ ഇത് ചെയ്തേ. അത് ഓഫീസ് ഇത്ര സമയം നമുക്ക് അലോ ചെയ്തുള്ളൂ. അപ്പോൾ അതിന് സാഹചര്യം കൊണ്ടാ 2 hour അലോ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇവര് കോസ്റ്റ്യൂം ചെയ്ത് വന്നു. അപ്പം ഏതായാലും ക്യാമറ സെറ്റാണ്. അപ്പം DOP പറഞ്ഞു നമുക്ക് ഇതാണ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നീട് സൈഡിനോട് പറഞ്ഞു, സൈഡിൽ അങ്ങനെ ചെയ്യരുത്, നമുക്ക് നല്ലതായിരിക്കും. പിന്നീട് എടുത്ത സീനുകളിലൊക്കെ മാസ്റ്റർ അല്ല, നമ്മളതിന് മുമ്പ് മാസ്റ്ററാണ് അത് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ സമയത്തുള്ളൊരു അങ്ങനെ ഒരു സെഷൻ പിന്നെ സമയക്കുറവുണ്ടെങ്കിലും അത് കേട്ടു. ഈ ജോണിച്ചേട്ടന് ഈ ഇരിക്കുന്ന നമ്മുടെ സിനിമയിൽ അഭിനയിച്ച എല്ലാവരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ ഓരോരുത്തരുടെയും ഫേസ്ബുക്ക് ഇട്ട് ഒന്ന് പറയുവാണെങ്കിൽ അവന്റെ ഫേസ്ബുക്ക് ഇട്ട് അവന്റെ ഒരു അഭിനയത്തെ കുറിച്ച് പറയും. അവന്റെ നോട്ടം തന്നെ അല്ല, നമുക്ക് അങ്ങനെ ഒരാളെ ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യം. എന്നാൽ പോലും ഓരോരുത്തരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പം ആദത്തിൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതൊരു ജെന്റിൽമാൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതാണെന്ന് എനിക്കറിയാം കേട്ടോ. എന്നെ പറഞ്ഞപ്പോ ചിരിച്ചാലും അപ്പുറത്തേക്ക് ചിരിച്ചു ഇവരെല്ലാരും. ഒരു സന്യാസിക്ക് ഒരു തെമ്മാടിയാകാം, പക്ഷെ ഒരു തെമ്മാടിക്ക് ഒരിക്കലും സന്യാസിയാവാൻ പറ്റില്ല എന്ന് പറയുന്നവരുള്ള അന്തരമുണ്ട് ഇവരൊക്കെ തമ്മിൽ. എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പോ അമീനെ ഒരു വളരെ നല്ല ഒരാളാക്കി മാറ്റിയാൽ അമീൻ അങ്ങനെ അഭിനയിച്ച് പ്രതിഫലിച്ചാൽ അമീന്റെ കഴിവാണത്. അതുപോലെ തന്നെ ഹീറോ അല്ലേ. അപ്പോ ആദം വളരെ ഒരു പെറുക്കി ആ രീതിയിൽ അഭിനയിക്കണമെങ്കിൽ ആദം അങ്ങനെ അഭിനയിച്ച് ഫലിപ്പിച്ച ആദം ഗംഭീരമായ. ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ മോശമല്ലേ കോമ്പോസിൽ ഈ പയ്യനെല്ലാം ഇവരെല്ലാം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിരുന്നു എല്ലാവരും. നിങ്ങൾ പറഞ്ഞ കണ്ടതല്ലേ? അല്ല, എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അല്ലേ? അതെനിക്ക് ഓർത്തെടുത്ത് കുറെ എന്നെ കൊണ്ടല്ലേ പറഞ്ഞത്. സന്യാസിക്ക് ഒരു അമീൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും എപ്പോഴും ജോണിച്ചേട്ടൻ നിന്റെ കൂടെ. ഇപ്പം ആദ്യത്തിനെ കണ്ടാൽ നമ്മളൊരു ഫയലൊക്കെ പിടിച്ച് ഇന്റർവ്യൂവിന് പുറത്തിരിക്കുകയല്ലേ, കഴിഞ്ഞു അടുത്ത വിളിക്കുക ആ രീതിയിലല്ലേ എപ്പോഴും. എന്നെ കണ്ടാലോ ഈ നെല്ലിക്ക കച്ചവടത്തിനൊക്കെ പൊന്നാനിന്ന് പോകുന്നില്ല ഗുരുവായൂർ. പൊന്നാനിന്ന് പോയില്ല ഗുരുവായൂർ. ഈ വരനായിട്ടൊക്കെ അങ്ങനെ പെണ്ണാണം വരുന്ന ആളല്ലേ പറമ്പിൽ ശിവശങ്കരൻ അല്ലേ?
എന്തുവാ കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നത്. ഞാൻ എന്തിലെടുക്കണോ പൊന്നാനി ടു ഗുരുവായൂർ. നമ്മുടെ ഈ ടൂറിസം വകുപ്പില്ലേ തലനാട്ടത്തിലൊക്കെ ഇങ്ങനെ കാണില്ലേ കേരള ടൂറിസം അതിന് പറ്റിയ മോവാ അല്ലേ കേരള ടൂറിസം മറ്റേ കേരള ടൂറിസം ഏതേ ഏതാ ഒരു നേഴ്സറി ടീച്ചർ നഴ്സറി ടീച്ചർ. അതെ അതെ ടീച്ചർ. നമ്മുടെ ഈ കൊച്ചു കൊച്ചു പരിപാടികൾക്കൊക്കെ പോയിട്ട് തബലയൊക്കെ നിൽക്കുകയല്ലേ പൗഡറൊക്കെ ഇട്ടിട്ട് പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ എന്നാ പോന്നോളൂ ഇതുവാ അതായത് ഒരാൾ കേറി വരുമ്പോഴേ ഒരു കുഴപ്പമുണ്ടാക്കാൻ നമ്മള് ഇപ്പൊ മറ്റേ തനിയാവർത്തനത്തിൽ ഉണ്ണിയാട്ടനില്ലേ മഞ്ജു 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 4 ലക്ഷം രൂപ 25 പവനും തരും ഇതങ്ങ് ഉറപ്പിക്കാല്ലേ ഡയറക്ടറോ കൊച്ചുണ്ടാപ്രി എടാ നിന്നെയൊക്കെ വെച്ച് പടം എടുത്തിട്ട് പറയണ ഡയലോഗ് കേട്ടോ. ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കര ഒരു കൂട്ടായിട്ട് നടക്കും എന്നെ അടിച്ചു അത് ശരിക്കും പാവാണ്. നമ്മള് കെട്ടിപ്പിടിച്ചൊക്കെ കിടക്കും. അമ്മര് നമ്മള് ബൊമ്മക്കുട്ടിയാണ്. ഈ ചില ആളുകളെ നിരപരാധിയായിരിക്കാം ചിലപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യുമല്ലോ. റിമാൻഡ് കാലാവധി നീളും അതെ ചിലപ്പോ എന്നിട്ട് ഇറങ്ങി വരികയല്ലേ. വെരി ഗുഡ് അവസാനിപ്പിക്കാൻ പോവാ. അതെ ജോണിച്ചേട്ടൻ ഇപ്പൊ എന്തായാലും പോയല്ലോ. പ്രേക്ഷകർ എന്നായി ജോണിച്ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം അമീനെ? ഇത്ര നല്ലൊരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ചേട്ടന് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ജോണി ചേട്ടന് 50 മുകളിലുണ്ട്. ഞാൻ 50 പുള്ളി ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതാണെങ്കിൽ എനിക്കൊന്നും ഇരിക്കാൻ പറ്റുള്ളൂ. പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ പറ്റില്ല. പിന്നെ അതിർത്ത് മാറിയെങ്കിൽ എന്തെങ്കിലും ചെയ്യാതെ പോയിക്കോളെ. ഇവരുടെ കൂടെ നടന്നതിന് നിനക്ക് എന്തെങ്കിലും പറ്റക്കൊണ്ടന്മാര് നമ്മളാണ് അവനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോണത്. പാവ ചെക്കനാണ്. നിനക്ക് അങ്ങനെയാണ് ജോണിച്ചേട്ടനെ കുറിച്ച് ജോണിച്ചേട്ടനെ കുറിച്ച് എന്താ അഭിപ്രായം? അതുള്ളൂ. നിനക്കോ? ജോണി ചേട്ടന്റെ എനർജി, അഭിനയിക്കുമ്പോഴുള്ള എനർജി, അതായത് നമ്മളാ ടേക്ക് നമ്മൾ ക്ലൈമാക്സിന്റെ ഫൈറ്റിന്റെ സമയത്തൊക്കെ ഒരു വലിയ മോണലോഗ് ഉണ്ട് അദ്ദേഹത്തിന്. അപ്പൊ ആ മോണലോഗ് പറയുമ്പം ഓരോ വേരിയേഷനും ഇങ്ങനെ മാറി മാറി പുള്ളി തന്നെ പറയും ഒരു മിനിറ്റ് ഒന്നും കൂടി ചേട്ടാ ഒന്നും കൂടി എന്ന് പറയും. ഇമോഷൻ സീനൊക്കെ അത്ര പീക്കില് അത്ര പെട്ടെന്നാണ് പുള്ളി. അപ്പൊ നമുക്ക് പുള്ളി മാറ്റണ അനുസരിച്ച് നമുക്കൊന്നും മനസ്സിലാവില്ല. അത്ര പെട്ടെന്ന് പുള്ളി ചെയ്യണം. കണ്ടു പഠിച്ച് ജോണിച്ചേട്ടനാണ് നമുക്ക് എല്ലാവർക്കും ഒരു മൊത്തത്തിൽ പ്രിൻസിപ്പിൾ. അപ്പൊ എന്തായാലും സിനിമ ഗംഭീരമായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചു. ഇനിയും നിങ്ങൾക്ക് ഷൂട്ടുകളൊന്നും സമയം കളയുന്നില്ല. മനോഹരമായ ഒരു ഈ ഭക്ഷണത്തിന്റെ അടുത്ത് മനോഹരമായ നല്ല ഈ പാട്ട് പാടിയ അവസാനം ജോണി ചേട്ടനെ കൊണ്ട് പാടിപ്പിക്കായിരുന്നു. എല്ലാവരും പാട്ടൊക്കെ പാടുന്നു. ബീവി പാടി പാടി ഈ സഭയ്ക്ക് പറ്റിയ दिल्ली बॉम्बे कलकत्ता बोले मधुरे पिड़ी बिट्टा रास्ता जाते जाते ना लगता ना जता दिल्ली बॉम्बे कलकत्ता बोले मधुरे पिड़ी बिट्टा रास्ता जाते जाते ना लगता ना जता. അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ. നമുക്ക് കൈ കഴുകി ഇനി ഈ ഷൂട്ടിലേക്ക് പോവാം. ബില്ലിക്ക് കൊടുക്കൂലേ? മറക്കണ്ട. ബില്ലിക്ക് കൊടുക്കൂലേ? ബില്ലൊക്കെ നമ്മൾ കൊടുക്കും. നമ്മൾ
നമ്മുടെ സിനിമയല്ല, നമ്മുടെ പ്രൊഡ്യൂസർ ഇങ്ങനെ ഇരിക്കുകയല്ലേ. അതും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ മൻസൂർ എന്ന് പറഞ്ഞ ആരാന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് വെറുതെ ഒരു വെടിക്കെട്ട് ബിരിയാണി, ഇനി വേറെ ഇതിന്റെ ആഘോഷമൊക്കെ ഗംഭീരമാക്കുന്നു പറഞ്ഞാൽ ഇന്നലെ സംസാരിച്ചു. ഇന്നലാണ് പുള്ളിയെ കാണുന്നത്. അത്ര ഒരു ജെന്റിൽമാൻ. അതുള്ളതായിട്ട് അല്ല, പുള്ളി കുറെ പുതുമുഖങ്ങൾക്ക് അതെ. അല്ല, ഒരു പ്രൊഡ്യൂസർ ഇത്ര ബഡ്ജറ്റ് പുതുമുഖങ്ങൾ വെച്ച് ഒരിക്കലും ഇത് നമ്മൾ മാത്രം പുതിയ ഫേസ് ഉള്ള ബാക്കി ഇതിന്റെ ബാക്കിലുള്ള ടെക്നീഷ്യൻ ഒരുപാട് അജിത്തിന്റെ ക്യാമറ വെച്ചിട്ട് അജിത്തിന്റെ ക്യാമറ വെച്ചിട്ട് ഇവന്റെ മോത്താ പിന്നെ പേര് പറയാൻ അവസ്ഥ അവിടെ അജിത്ത് ഇവിടെ ഇതിൽ പല അപമാനമുണ്ടോ? കുറച്ച് കാര്യങ്ങൾ എല്ലാം കൊണ്ട് അതാണ് ആ ടെക്നിക്കപരമായിട്ട് വലിയ ആളുകളെ തന്നെ വിളിച്ചാണ് പ്രൊഡ്യൂസർ. ഗോപിചന്ദ്രനാണ് മ്യൂസിക്. ഒരാളെ മാറ്റിയെടുത്താൽ ഈ മലയാള ഇൻഡസ്ട്രിക്ക് ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ വന്ന് നിങ്ങളെ പോലത്തെ പുതുമുഖങ്ങളെയും കൂടുതൽ വെച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ ചങ്കൂറ്റം കാണിച്ചിട്ടുണ്ടെങ്കിൽ മൻസൂർ ഒരു പക്കാ പ്രൊഡ്യൂസറാണ്. ഇനിയും അദ്ദേഹം അടുത്ത സിനിമകൾ ചെയ്യാനുള്ള അവസരം ഉണ്ടാകട്ടെ. ഇത് എനിക്ക് തോന്നുന്നു ഇതിനൊരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ ഒരു യാത്രയുണ്ട് ഈ സിനിമയ്ക്ക്. അതൊക്കെ ഇനി എങ്ങനെയാവുന്ന നമുക്ക് പ്രേക്ഷകരിലേക്കാണ് ഇരിക്കുന്നത്. പ്രേക്ഷകർ തീരുമാനിക്കണം അല്ലേ? അടിക്കട്ടെ, നമുക്ക് പൊളിക്കണം. അപ്പൊ ഇതിന്റെ 25-ാം ദിവസം വലിയ ഭക്ഷണം വെച്ച് മൻസൂറെ ഞാൻ പ്രൊഡ്യൂസറിന്റെ അടുത്ത് പറയാം കേട്ടോ, ഗംഭീരമായിട്ട് അവിടെ വന്നിട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിലാണ് നിന്റെ നോട്ടം ഭയങ്കരമായി പോണം. അപ്പൊ ഞാൻ തിരിച്ചെടുത്തു പ്രൊഡ്യൂസറിന്റെ കറക്റ്റ് എൻട്രി ആയി. ജസ്റ്റ് ഒന്ന് വിളിക്കുന്നത് നമ്മൾ അതിന്റെ പേര് വന്നോട്ടെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷ അല്ലാട്ടെ. ഞാൻ പറയാണ്, ഇന്നലെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത്ര നല്ല പ്രൊഡ്യൂസറെ കണ്ടിട്ടില്ല. ഞാൻ ഒത്തിരി പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഇത്രയും പുതുമകളെ വെച്ചൊരു പടം എടുക്കാൻ ചങ്കൂറ്റം കാണിച്ചു. അതിന് ഏറ്റവും നല്ല ടെക്നീഷ്യന്മാരെ നിങ്ങൾ കൊടുത്തു. ആരോടുള്ള ഒരു വിശ്വാസമായിരുന്നു, കഥയോടുള്ള വിശ്വാസമായിരിക്കും. പിന്നെ എന്തായാലും നമ്മൾ സെലക്ട് ചെയ്ത ക്രൂ ഒക്കെ മീൻസ് ആർട്ടിസ്റ്റുകളെല്ലാം നല്ല നമ്പർ 1. കാരണം ആരും പുതുമുഖങ്ങളല്ല, എല്ലാവരും ഫെമിലിയർ ആണ്, എല്ലാവർക്കും ചെയ്യാൻ അറിയാം. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇതിലേറ്റവും. നിങ്ങൾ ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഇതിലേറ്റവും പ്രശ്നക്കാരനായ എല്ലാ പ്രശ്നമാണല്ലോ ഈ കാണുന്നത്. പറഞ്ഞാലേ എന്ത് വന്നാലും ഇങ്ങോട്ട് അടിച്ചോ അടിച്ചോ, അതാണ് സത്യം. എന്ത് വന്നാലും ഇങ്ങനെ നല്ല കോൺഫിഡൻസ്, ഹൈലി കോൺഫിഡൻസ്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഞാനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ലെങ്കിൽ ഒരു ബി ഓപ്ഷൻ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. മൻസൂർക്ക് എ ഓപ്ഷനാ പറയാ. എന്തിന് ഗോപിച്ചേട്ടൻ വരട്ടെ. അന്ന് ഫൈറ്റിലൊക്കെ ഞാനത് ഓക്കെ ഇത്രയൊക്കെ ബഡ്ജറ്റ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. ഡേ ബൈ ഡേ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാലും ഞാനൊരു വേറെ പടം ചെയ്താണ്, ഇല്ലെങ്കിൽ പല ഫ്രണ്ട്സും പടം ചെയ്യുന്ന കണ്ടതാ. ഇവരൊക്കെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പം മനസ്സൊക്കെ ഫാൻഡം ക്യാമറ ഉണ്ടായിരിക്കാൻ അടിപൊളിയാവും പറഞ്ഞു. പിന്നെ ഞാൻ പറയാൻ പോയില്ല. മനസ്സൊക്കെ വിളിച്ചത് എന്താ ഫാൻഡം എന്താ പറയാത്തത്, ആദ്യത്തെ ഫയലിൽ എന്താ ഫാൻഡം യൂസ് ചെയ്യാന്ന്. ഇതാണ് മനസ്സൊക്കെ പറഞ്ഞത്. ക്വാളിറ്റി നന്നാവാ എന്നുള്ളതാണ്. അത് ആളെ കൺവിൻസ് ഒന്നുമില്ല. മനസ്സുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ കൺവിൻസിങ് ആവണം. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ കൺവിൻസ് ആവില്ല. ആൾക്ക് അത് ഓക്കെ ആണ് എന്നുള്ളത് ആൾക്ക് തോന്നിയാൽ മാത്രം ആൾ ഫണ്ട്. അത് ഒന്നും വേണ്ട. എന്നോട് പറയും ഇവിടെ ഇങ്ങനെ നമ്മൾ ടേംസ് വരെ മനസ്സിലൊക്കെ പറയും. എന്താ അവിടെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്താൽ പോലെ എന്നൊക്കെ പറയും. അത് ഡയറക്ഷൻ ടേംസ് വരെ പറയും. അപ്പൊ ആള് പഠിച്ചോണ്ടിരിക്കുകയാണ്. സിനിമയിൽ മാത്രമാണ് ആദ്യം, ബിസിനസ്സിലൊക്കെ പണ്ടേ ഭയങ്കര പുള്ളിയാണ്. ഞാൻ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിയുടെ ബിസിനസിനെ കുറിച്ച് പഠിച്ചു. പുള്ളിയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ദുബായിക്ക് പോകാൻ എടാ അമീനെ, നീ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാനിവിടെ തന്നെ കാണും ബിസിനസ് നോക്കട്ടെ. അമീനെ ഞാനിവിടെ തന്നെ കാണും. ചെവിയൊന്ന് ഉള്ളിക്കോ.
നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ല. ലക്ഷപ്രഭോ ഇപ്പൊ കോടീശ്വരൻ. ആരാ അമീനോട് എന്റെ അല്ല എന്റെ അടുത്തേക്ക് പറഞ്ഞില്ല. എല്ലാം ഒരു നല്ല വൈബും അല്ല. നമുക്ക് എന്നെ സംബന്ധിച്ചോളം ഈ സിനിമ ഞാനൊരു ഉറപ്പ് തന്നെ കൊടുക്കുന്നൊരു പക്ഷേ ഈ സിനിമ ഓക്കെ ആണ് എന്ന് ഈ ഉറപ്പാണ്. കാരണം അത്രയും നല്ല സിനിമയാണ്. ക്യാമ്പസ് സിനിമയിൽ പല സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ വെറൈറ്റി ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പഠിച്ച കാലങ്ങൾ ഓർമ്മ വരും. ഇതിലൊരു കഥാപാത്രം നമ്മളായി മാറും, അല്ലെങ്കിൽ എൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരുടെ ഒരു കഥാപാത്രമായി മാറും എന്ന് നമുക്ക് വിശ്വസിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. സുഖാട് ഈ വരവ് കറക്റ്റ് സമയത്ത് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്താണ്. വൈൻഡപ്പ് ചെയ്യുന്ന സമയം ജോണിച്ചേട്ടൻ ഇത്ര നേരം ഉണ്ടായിരുന്നു, ഗംഭീരമായിട്ടാണ് ഇപ്പോൾ ഏറ്റുപോയത്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്ത് കൈ കഴുകി അടുത്ത ഷൂട്ടിലേക്ക് പോകണം അല്ലേ? അപ്പൊ പൊളിക്കാം. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? താങ്ക് യു സോ മച്ച്. താങ്ക് യു.